നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ISROയുടെ രണ്ടാം വിക്ഷേപണ കേന്ദ്രത്തിന്റെ തറക്കല്ലിടലുമായി ബന്ധപ്പെട്ടുള്ള പരസ്യവുമായി ബന്ധപ്പെട്ട് BJPയും DMKയും തമ്മിൽ നേർക്കുനേർ. ചൈനീസ് പതാക പേർന്ന റോക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള പരസ്യം നൽകിയതിന് DMK സർക്കാരിനെ പ്രധാനമന്ത്രി മോദി ശക്തമായി വിമർശിച്ചു. ഇന്ത്യൻ റോക്കറ്റിൽ ചൈനയുടെ പതാക. DMK BJP പോര് തുടരുന്നു. ശത്രു രാജ്യമല്ലെന്ന് കനിമൊഴി. DMK മന്ത്രിയുടെ ISRO സ്പേസ് ബോട്ടിന്റെ പരസ്യത്തിൽ ചൈനീസ് പതാക എങ്ങനെ വന്നു? കുലശേഖര പട്ടണത്തിലെ പുതിയ ISRO സ്പേസ് ബോട്ടിന്റെ പരസ്യം വിവാദത്തിലായിരിക്കുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തോടുള്ള DMKയുടെ അനാദരവാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തറക്കല്ലിട്ട തൂത്തുക്കുടി ജില്ലയിലെ കുലശേഖര പട്ടണത്തിലെ പുതിയ ISRO റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് വേണ്ടിയുള്ള പരസ്യമാണ് വിവാദത്തിലായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും ഫോട്ടോയ്ക്കൊപ്പം ചൈനയുടെ പതാക വഹിക്കുന്ന റോക്കറ്റ് ഉൾക്കൊള്ളുന്ന DMKയുടെ പരസ്യമാണ് വിവാദത്തിലായിരിക്കുന്നത്. പരസ്യം പുറത്തു വന്നതിന് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ചൈനയോടുള്ള DMKയുടെ പ്രതിബദ്ധതയുടെയും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തോടുള്ള അവരുടെ തികഞ്ഞ അവഗണനയുടെയും ഉദാഹരണമാണ് പ്രമുഖ തമിഴ് ദിനപത്രങ്ങൾക്ക് DMK മന്ത്രി അനിത രാധാകൃഷ്ണൻ നൽകിയ BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ആരോപിച്ചു. നിലവിൽ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ഇന്നുള്ളത് ആന്ധ്രാപ്രദേശിലാണെന്നും തമിഴ്നാട്ടിലല്ലെന്നും അതിന് കാരണം DMK ആണെന്നതും അവരെ ഓർമ്മിപ്പിക്കുന്നുവെന്നും അണ്ണാമലൈ Xൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമർശനവുമായി പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കേന്ദ്ര പദ്ധതിയിൽ തങ്ങളുടെ ശ്രമങ്ങളുമുണ്ടെന്ന് കാണിച്ച് അംഗീകാരം തട്ടിയെടുക്കാൻ DMK ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. പരസ്യത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ ചിത്രം നൽകാൻ സാധിച്ചില്ലെന്നും ചൈനയുടെ പതാക വെച്ച് അവർ അതിര് കടന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അതേസമയം കേന്ദ്രത്തിന്റെ വിമർശനത്തിനെതിരെ DMK MPയും മുഖ്യമന്ത്രി സ്റ്റാലിന്റെ സഹോദരിയുമായ കനിമൊഴി കരുണാനിധി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ ചൈനയെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നായിരുന്നു ചൈനീസ് പതാകയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കനിമൊഴിയുടെ ന്യായീകരണം. ഈ ചിത്രം എവിടെ നിന്നാണ് എടുത്തതെന്ന് തനിക്കറിയില്ലെന്നും അവർ വാർത്താ ഏജൻസിയായ ANNോട് പറഞ്ഞു. ഈ കലാസൃഷ്ടി നടത്തിയ അയാൾ ഈ ചിത്രം എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് എനിക്കറിയില്ല. ഇന്ത്യ ചൈനയെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചതായി ഞാൻ കരുതുന്നുമില്ല. നേരത്തെ പ്രധാനമന്ത്രി ചൈനീസ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരുന്നു. അവർ മഹാബലിപുരത്തേക്ക് പോയിരുന്നു. സത്യം അംഗീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തതിനാൽ പ്രശ്നം വഴിതിരിച്ചുവിടാനുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണ് എന്നിങ്ങനെയാണ് കനിമൊഴി പറഞ്ഞത്.